ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കേരള PSCക്ക് പഠിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ PSC പരീക്ഷകളിൽ ജോഗ്രഫിയിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന പക്ഷെ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടോപ്പിക്കാണ് ഓഷ്യൻ കറൻസ്, അല്ലേ? അഥവാ സമുദ്രജലപ്രവാഹങ്ങൾ. പേടിക്കേണ്ട, ഇന്നത്തെ ഈ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും ഈ വിഷയം നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. ദേ, സ്ക്രീനിൽ കാണുന്ന ഈ ചോദ്യം ഒന്ന് നോക്കിക്കേ. ഇത് മുൻപ് ഒരു PSC പരീക്ഷയ്ക്ക് വന്നതാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഏത് ചോദ്യം വന്നാലും ഒരു സംശയമില്ലാതെ കോൺഫിഡൻസോടെ ഉത്തരം എഴുതാൻ നിങ്ങളെ റെഡിയാക്കുക എന്നതാണ്. ഈ ചോദ്യത്തിലേക്ക് നമുക്ക് ഈ സെഷന്റെ അവസാനം ഒന്നുകൂടി വരാം കേട്ടോ. അപ്പോ ഈ ടോപ്പിക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ 4 സ്റ്റെപ്പുകളിലൂടെയാണ് പോകുന്നത്. ആദ്യം കറൻസിന്റെ ബേസിക്സ് എന്താണെന്ന് നോക്കും. പിന്നെ അറ്റ്ലാന്റിക്, പസഫിക്, ഇന്ത്യൻ ഓഷനുകളിലൂടെ ഒരു ചെറിയ ടൂർ പോകും. അവസാനം പരീക്ഷയ്ക്ക് ഓർമ്മിക്കാൻ വേണ്ടി ഒരു കിടിലൻ റീക്യാപ്പും ഉണ്ടാകും. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് തുടങ്ങിയാലോ? ഓക്കേ, അപ്പൊ നമുക്ക് നേരെ ബേസിക്സിലേക്ക് കടക്കാം. ഈ സമുദ്രജലപ്രവാഹങ്ങളെ നമുക്ക് ബ്രോഡായിട്ട് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഉഷ്ണജലപ്രവാഹങ്ങൾ, പിന്നെ ശീതജലപ്രവാഹങ്ങൾ. അതെ, വാം കറൻസും കോൾഡ് കറൻസും. ഇതിന്റെ പേരുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഭൂമധ്യരേഖാ പ്രദേശം, അതായത് ഇക്വേറ്റർ, അവിടെ നല്ല ചൂടായിരിക്കുമല്ലോ. അപ്പോൾ അവിടത്തെ ചൂടുവെള്ളത്തിനെ ധ്രുവങ്ങളിലേക്ക്, അതായത് പോൾസിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഉഷ്ണജലപ്രവാഹങ്ങൾ അഥവാ വാം കറൻസ്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ധ്രുവങ്ങളിലെ തണുത്ത വെള്ളത്തിനെ ഇക്വേറ്ററിലേക്ക് കൊണ്ടുവരുന്നതാണ് ശീതജലപ്രവാഹങ്ങൾ അഥവാ കോൾഡ് കറൻസ്. ഈ ഒരൊറ്റ ഐഡിയ മനസ്സിൽ വെച്ചാൽ മതി, ബാക്കിയെല്ലാം ഈസിയാണ്. ശരി, ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ഓഷ്യൻ ടൂറിലേക്ക് കടക്കാം. PSCക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അറ്റ്ലാന്റിക് ഓഷ്യനിലെ കറൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഗൾഫ് സ്ട്രീം. ഓർമ്മയുണ്ടോ? നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലെ ഒരു ഓപ്ഷനായിരുന്നു ഇത്. ഇതൊരു വാം കറന്റാണ്, അതായത് ഉഷ്ണജലപ്രവാഹം. ഇത് നോർത്ത് അമേരിക്കയുടെ കിഴക്കൻ തീരത്തുകൂടിയാണ് പോകുന്നത്. ഡയറക്ഷൻ നോക്കിയാൽ സൗത്ത് വെസ്റ്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്കാണ് ഇതിന്റെ ഒഴുക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് ഒഴുകുന്ന കറൻസിൽ ഒന്നാണത് കേട്ടോ. അപ്പോൾ ഗൾഫ് സ്ട്രീം ഒരു വാം കറണ്ടാണെന്ന് എങ്ങനെ ഓർത്തിരിക്കും? സിമ്പിളാണ്. ഗൾഫ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഗൾഫ് രാജ്യങ്ങളെ ഓർമ്മ വരുമല്ലോ. അവിടുത്തെ ചൂടും പിന്നെ അവിടുത്തെ ചൂടുള്ള എണ്ണയും ഓർക്കാ മതി. അപ്പോൾ ഗൾഫ്, ചൂട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇനി ഗൾഫ് സ്ട്രീമിന് നേരെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ഒന്നാണ് ലാബ്രഡോർ കറന്റ്. ഇതും നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തന്നെയാണ്. ഇതൊരു കോൾഡ് കറന്റാണ്. ആർട്ടിക് ഭാഗത്തു നിന്ന് തണുത്ത വെള്ളവുമായി കാനഡയുടെ ഈസ്റ്റ് കോസ്റ്റിലൂടെ താഴേക്ക്, അതായത് സൗത്തിലേക്കാണ് ഇതിന്റെ ഒഴുക്ക്. ലാബ്രഡോർ ഒരു കോൾഡ് കറന്റ് ആണെന്ന് ഓർക്കാൻ ലാബ് എന്ന വാക്കോർത്താൽ മതി. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സയൻസ് ലാബില് എപ്പോഴും AC ഒക്കെ ഇട്ട് നല്ല തണുപ്പായിരിക്കില്ലേ? അതുപോലെ ഓർത്താൽ മതി. ലാബ് തണുപ്പ്, ലാബ്രഡോർ കോൾഡ് കറന്റ്. കിട്ടിയില്ലേ? ഓക്കെ, അടുത്തത് ബെങ്വേല കറന്റ്. ഇതും നമ്മുടെ ചോദ്യത്തിലെ ഒരു ഓപ്ഷനായിരുന്നു. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു കോൾഡ് കറന്റാണ്. സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിൽ ആഫ്രിക്കയുടെ വെസ്റ്റ് കോസ്റ്റിലൂടെ താഴെ സൗത്തിൽ നിന്ന് മുകളിലേക്ക്, അതായത് നോർത്തിലേക്കാണ് ഇതിന്റെ ഫ്ലോ. അപ്പോ ബെങ്വേല ഒരു കോൾഡ് കറന്റാണെന്ന് എങ്ങനെ ഓർക്കും? ബെങ്വേല എന്ന പേര് കേൾക്കുമ്പോൾ ബാങ്കിൾ അഥവാ വള എന്നോർക്കാൻ ശ്രമിക്കുക. ഒരു മെറ്റൽ വള കയ്യിലിടുമ്പോൾ എപ്പോഴും ഒരു തണുപ്പ് ഫീൽ ചെയ്യാറില്ലേ? ആ ഒരു തണുപ്പ് ഓർത്താൽ മതി. ബെങ്വേല, ബാങ്കിൾ, കോൾഡ്. ഓക്കെ, അറ്റ്ലാന്റിക് ഓഷ്യൻ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ടൂറിലേക്ക് പോകാം. പസഫിക്, പിന്നെ ഇന്ത്യൻ ഓഷ്യനിലേക്ക്. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കറൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തുകയാണ്. ഇതാണ് ഹംബോൾട്ട് കറന്റ്. സൗത്ത് പസഫിക് ഓഷ്യനിലാണ് ഇത്. ഇതൊരു കോൾഡ് കറന്റാണ്. നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചതുപോലെ സൗത്ത് അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റിലൂടെ തെക്കുവിന്ന് വടക്കോട്ടാണിത് ഒഴുകുന്നത്. ഈ ഹംബോൾട്ട് കറന്റിന് വേറൊരു പേരുകൂടിയുണ്ട്, പെറു കറന്റ്. കാരണം ഇത് പെറുവിന്റെ തീരത്തൂടെയാണല്ലോ പോകുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, എൽ നിനോ എന്ന കാലാവസ്ഥാ പ്രതിഭാസവുമായി ഇതിന് നല്ല ബന്ധമുണ്ട്. ചിലപ്പോൾ അതും പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ അതുകൂടി ഓർത്തുവെച്ചോളൂ. നമ്മുടെ ചോദ്യത്തിലെ അവസാനത്തെ ഓപ്ഷനായിരുന്നു ഒയാഷിയോ കറന്റ്. അപ്പോൾ ഇതും എന്താണെന്ന് നോക്കാം. ഇതൊരു കോൾഡ് കറന്റാണ്. നോർത്ത് പസഫിക് ഓഷ്യനിൽ റഷ്യയുടെയും ജപ്പാനിന്റെയും കിഴക്കൻ തീരങ്ങളിലൂടെയാണ് ഇതിന്റെ ഒഴുക്ക്. ഒയാഷിയോ ഒരു കോൾഡ് കറന്റ് ആണെന്ന് ഓർക്കാൻ ഒരു രസമുള്ള വഴിയുണ്ട്. ഒയാ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മലയാളികൾ പറയുന്ന അയ്യോ എന്നൊന്നോർത്തു നോക്കൂ. അയ്യോ എന്തൊരു തണുപ്പ് എന്ന് പറയുന്നത് പോലെ. അപ്പോ ഒയാഷിയോ, അയ്യോ, തണുപ്പ്. സിമ്പിളല്ലേ?
അപ്പോ പസഫിക്കില് ഈ തണുപ്പൻ ഒയാഷിയോക്ക് ഒരു എതിരാളിയുണ്ട്. അതാണ് വാം കറണ്ടായ കുറോഷിയോ. ഇതിനെ ജപ്പാൻ കറണ്ട് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ജപ്പാന്റെ കിഴക്കൻ തീരത്തുകൂടെ തന്നെയാണ് ഇതിന്റെയും ഫ്ലോ. കുറോഷിയോ ഒരു വാം കറന്റാണെന്ന് ഓർക്കാൻ കുറോ എന്ന വാക്ക് നമ്മളെ സഹായിക്കും. കുറോ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ഭാഷയിൽ കറുപ്പ് എന്നാണ് അർത്ഥം. കറുത്ത നിറമുള്ള ടാർ റോഡ് വെയിലത്ത് കിടന്നാൽ എങ്ങനെയിരിക്കും? നല്ല ചൂടായിരിക്കുമല്ലേ? അതുപോലെ ഓർത്താ മതി. കുറോഷിയോ കറുപ്പ്, ചൂട്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കറൻസ് എല്ലാം പഠിച്ചു. ഇനി പരീക്ഷ ഹാളിൽ ഇതൊന്നും മറന്നു പോകാതിരിക്കാൻ നമുക്ക് എല്ലാം കൂടി ഒന്ന് പെട്ടെന്ന് റിവൈൻഡ് ചെയ്തു നോക്കാം. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. റിവിഷന് ഇത് മാത്രം മതിയാവും. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഈ ടേബിളിലേക്ക് നോക്കൂ. നമ്മൾ പഠിച്ചതെല്ലാം ഒറ്റ നോട്ടത്തിൽ ഇവിടെയുണ്ട്. പെട്ടെന്ന് പറഞ്ഞു പോകാം. ഗൾഫ് സ്ട്രീം, അറ്റ്ലാന്റിക്, വാം കറന്റ്. ഓർക്കാൻ ഗൾഫിലെ ചൂട്. ലാബ്രഡോർ, അറ്റ്ലാന്റിക്, കോൾഡ് കറന്റ്. ഓർക്കാൻ ലാബിലെ തണുപ്പ്. ബെങ്കുവേല, അറ്റ്ലാന്റിക്, കോൾഡ് കറന്റ്. ഓർക്കാൻ ബാങ്കിളിന്റെ തണുപ്പ്. ഹംബോൾട്ട്, പസഫിക്, കോൾഡ് കറന്റ്, സൗത്ത് അമേരിക്കയുടെ തീരം. ഒയാഷിയോ, പസഫിക്, കോൾഡ് കറന്റ്. ഓർക്കാൻ അയ്യോ തണുപ്പ്. അവസാനം കുറോഷിയോ, പസഫിക്, വാം കറന്റ്. ഓർക്കാൻ കറുത്ത ചൂട്. വേണമെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ. റിവിഷൻ സമയത്ത് ഭയങ്കരമായി ഉപകാരപ്പെടും. അപ്പോ നമുക്കാദ്യം കണ്ട ചോദ്യത്തിലേക്ക് ഒന്നുകൂടി വരാം. ദക്ഷിണാമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന പ്രവാഹം ഏത്? ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം സിമ്പിളായിട്ട് പറയാൻ പറ്റും അല്ലേ? തീർച്ചയായും ഓപ്ഷൻ എ, ഹംബോൾട്ട് പ്രവാഹം. കാരണം ബെങ്കുവേല ആഫ്രിക്കയുടെ തീരത്താണ്, ഒയാഷിയോ ജപ്പാനിന്റെ അടുത്താണ്, ഗൾഫ് സ്ട്രീം നോർത്ത് അമേരിക്കയുടെ തീരത്തുമാണ്. കണ്ടില്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ എത്ര എളുപ്പമാണെന്ന്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സമുദ്രജലപ്രവാഹങ്ങളെപ്പറ്റി ഇനിയൊരു കൺഫ്യൂഷനും ഉണ്ടാകില്ലെന്ന് കരുതുന്നു. ഇതുപോലുള്ള PSC പഠനത്തിന് സഹായകമായ കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ കേരള പ്രെപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമന്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്